ഹലോ, അസ്സലാമു അലൈക്കും. നമ്മൾ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനലൊരു ഫസ്റ്റ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ഒരു കുക്കിംഗ് വ്ളോഗായിട്ടാണ് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു നല്ല ടേസ്റ്റുള്ള ഒരു മൊറോക്കൻ റൈസ് ആൻഡ് ചിക്കനാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. നല്ലൊരു വെറൈറ്റി ഫ്ലേവറും ടേസ്റ്റൊക്കെ ഉള്ള ഒരു റൈസും ചിക്കനുമാണ്. നമ്മൾ മുന്നേ എവിടെയും കഴിക്കാത്തൊരു ഫ്ലേവറൊക്കെ ആയിരിക്കും. നമ്മളെ മന്തിയിൽ നിന്നും ബിരിയാണിയിൽ നിന്നൊക്കെ ഒരു മാറ്റി ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മളെ എല്ലാ കിച്ചണിലും ഉണ്ടാകുന്ന ഐറ്റംസ് മാത്രം മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. ഫസ്റ്റായിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിന് മാരിനേഷന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ തൈര് യൂസ് ചെയ്യുക. പിന്നെ ഒരു 2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ. നമുക്ക് റെഡ് ചില്ലി പൗഡറിന് പകരം പാപ്രിക്ക പൗഡർ യൂസ് ചെയ്യാൻ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഞാനിവിടെ റെഡ് ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ ഒറിഗാനോ ആഡ് ചെയ്യുക. പിന്നെ ചെറുതായി ചോപ്പ് ചെയ്തിട്ട് മല്ലിയില കുറച്ച് ആഡ് ചെയ്യുക, നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ നമ്മൾ ഓൾറെഡി റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു 4 പച്ചമുളക് ചെറുതായി ക്രഷ് ചെയ്ത് ആഡ് ചെയ്യുന്നത്. നമ്മളെ എരിവിനനുസരിച്ച് റെഡ് ചില്ലി പൗഡറും ചില്ലി ഇതൊക്കെ അതിന് കൂട്ടവും കുറക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഒരു ഫുൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുക. സോൾട്ട് ആസ് പെർ അവർ ടേസ്റ്റും ആഡ് ചെയ്യുക. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ നമ്മളെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. വിഷ്വലിൽ ആഡ് ചെയ്യാൻ മറന്നുപോയി. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതേസമയം ഞാനൊരു 2 കപ്പ് ബസ്മതി റൈസ് സോക്ക് ചെയ്യാൻ ഓൾറെഡി ഒരു 1 or 2 hour സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് റൈസിന് വേണ്ടിയിട്ടുള്ള മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ, ഒരു നല്ലൊരു നോൺ സ്റ്റിക്കിൻ്റെ വലിയൊരു പാത്രം തന്നെ. റൈസും ചിക്കനൊക്കെ ഒരുമിച്ച് കുക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു വലിയ പാൻ തന്നെ ആദ്യം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ശേഷം നല്ലൊരു മീഡിയം സൈസുള്ള 4 ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഉള്ളി നല്ലോണം റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഉള്ളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളർ ആവുന്ന വരെ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഉള്ളി അത്യാവശ്യം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുക. മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും റോസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ആ ഗരം മസാല ഇട്ടിട്ട് മസാലയുടെ ഒരു പച്ചമണമൊക്കെ മാറി മസാല എല്ലാം മിക്സായി വരുമ്പോൾ നമ്മളെ ചെറിയ ജീരകം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലോട്ട് ഞാൻ എരിവിന് വേണ്ടിയിട്ട് ഇതേപോലെ നേരത്തെ നമ്മൾ പച്ചമുളക് ചതച്ച് വെച്ച പോലെ തന്നെ ഒരു 2-3-4 പച്ചമുളക് ചതച്ചതാണ് ആഡ് ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് റെഡ് ചില്ലി ഫ്ലേക്സും ഒരു 2 ടേബിൾ സ്പൂൺ എന്തെങ്കിലും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ റെഡ് ചില്ലി ഫ്ലേക്സിന് പകരം പച്ചമുളക് ചതച്ച് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ശേഷം ഒരു ചിക്കൻ സ്റ്റോക്ക് ക്യൂബും ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് ആഡ് ചെയ്യേണ്ട, കുറച്ച് ആഡ് ചെയ്താൽ മതി. കാരണം നമ്മൾ മാഗി ക്യൂബ് യൂസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച മസാല ലെഫ്റ്റ് ഓവർ ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ എല്ലാം കൂടിയായി ചിലപ്പം സോൾട്ട് കൂടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ആഡ് ചെയ്താൽ മതി. ശേഷം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതിൻ്റെ മസാല, ബാക്കി വരുന്ന മസാലയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക.
അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തൈരൊക്കെ 4 ടേബിൾ സ്പൂൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം മസാലയും കൂടി ഇതിലേക്ക് വരുമ്പോഴാണ് നമ്മൾ റൈസിന് നല്ലൊരു ഫ്ലേവറും ആ ചിക്കൻ്റെതായിട്ടുള്ളൊരു ഫ്ലേവർ റൈസിന് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ മസാല ഒക്കെ ആഡ് ചെയ്ത് നമ്മളൊന്ന് കുക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വന്നുകൊണ്ടിരിക്കും. നമുക്ക് നല്ലൊരു ഫ്ലേവർ ഫീൽ ചെയ്യുന്ന സ്മെല്ല് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. അത് ഉള്ളിയിൽ പിടിക്കുന്നത് വരെ നല്ലോണം ഒന്ന് ജസ്റ്റ് ഒരു ഫ്ലെയിം ഓവർ കൂട്ടണ്ട, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ശേഷം ഞാൻ 2 കപ്പ് അരിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു 4 കപ്പ് വെള്ളം മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളവും മസാലയൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ്സോളം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അപ്പോഴത്തേനത് തിളച്ചോളും. ആ സമയം കൊണ്ട് നമുക്ക് നമ്മളെ ഇതിലേക്ക് യൂസ് ചെയ്യാനുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ചിക്കൻ കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും, ബട്ടറിൻ്റെ ഒക്കെ ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും. ബട്ടറിൽ നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. എത്രത്തോളം സമയം നമ്മളത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നോ അത്രയും ഫ്ലേവറും ടേസ്റ്റും ചിക്കന് കിട്ടും. നമ്മൾ തൈരൊക്കെ നല്ലോണം യൂസ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. കൂടുതൽ സമയം വെക്കുന്തോറും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇത് ഓവർ സമയം കുക്ക് ചെയ്തെടുക്കണം. ജസ്റ്റ് ഷാലോ ഫ്രൈ എടുത്താൽ മതി. ഒരു 4 മിനിറ്റ്സ് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം നമ്മൾ ഈ ചിക്കൻ റൈസിൻ്റെ മേലെ വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കും. അപ്പോൾ ഓവർ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതെല്ലാം ഒരു 4 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, 2 സൈഡും ഒന്ന് ഫ്രൈ ആകാൻ വേണ്ടിയിട്ട്. ആ സമയമായപ്പോഴത്തേക്കും നമ്മളെ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച റൈസ് ഇട്ട് കൊടുക്കുക. ഇനി റൈസും ആ മസാലയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് ബോയിലാവുന്നത് വരെ, നല്ല വെന്ത് വരുന്നത് വരെ അടച്ച് വെച്ച് കൊടുക്കുക. ചിക്കനൊന്ന് നല്ലോണം കുക്കായപ്പോൾ ഞാനതെടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള ചിക്കനും കൂടി ഫ്രൈ ചെയ്യായിട്ടിട്ടുണ്ട്. സമയപ്പോഴത്തേക്കും നമ്മൾ റൈസിൽ വെള്ളം അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. മുഴുവനായിട്ട് വറ്റിയിട്ടില്ല. നമ്മളതൊന്ന് ജസ്റ്റ് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിം ആക്കിയിട്ട് നമ്മൾ കുറച്ച് നെയ്യ് മുകളിൽ ഇട്ട് കൊടുക്കുക. നല്ലൊരു അത് കമ്പൽസറി അല്ല, നമ്മൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടും റൈസ് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടുമാണ് യൂസ് ചെയ്യുന്നത്, നിർബന്ധമൊന്നുമില്ല. ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് റൈസിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഈ സമയം നമ്മൾ ഫ്ലെയിം ലോ ആക്കി കൊടുക്കാൻ മറക്കരുത്. ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ്സ് ഇനി കുക്ക് ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടി പിടിച്ചു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിം ആക്കിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ഈ ചിക്കൻ അതിൻ്റെ മേലെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ആ ബട്ടറും ആ മസാലയൊക്കെ അല്ലേ, അത് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കോരിയെടുത്തിട്ട് ഈ റൈസിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. റൈസിൽ ചിക്കൻ്റെ ആയിട്ടുള്ള ഫ്ലേവർ, ആ ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് നല്ല രസമുണ്ടാവും. ശേഷം നമ്മൾ നല്ലൊരു ഫ്രഷ് കൊറിയാൻഡർ ലീവ്സ് ഇതിൻ്റെ മേലെ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ അനാറൊക്കെ ഇതിൽ യൂസ് ചെയ്യുന്നതാണ്. വേണ്ടവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അനാറും പൈനാപ്പിളൊക്കെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ശേഷം ഒരു 15 മിനിറ്റ്സ് നല്ല ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക.
മൊറോക്കൻ റൈസ് ആൻഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല ഓപ്പൺ ആക്കുമ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു. ശേഷം നമ്മളത് ഇത്രയേ ഉള്ളൂ. നമ്മൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം വേണ്ട, ഒരുപാട് പണിയില്ല, പെട്ടെന്ന് ഉണ്ടാക്കിത്തീരും. നല്ല ടേസ്റ്റുള്ള റൈസാണ്. റൈസും ചിക്കനൊക്കെ നല്ല ഫ്ലേവർ, നമ്മളൊരു വെറൈറ്റി ഫ്ലേവറാണ്, മുന്നേ എവിടെയും ടേസ്റ്റ് ആക്കാത്ത ഫ്ലേവർ തന്നെയാണ് ഇത്. നമ്മളെ റൈത്തൻ്റെ കൂടെയും അതുപോലെ തന്നെ നമ്മൾ മന്തിയിലേക്ക് ഒരു ടൊമാറ്റോ ചട്നി ഉണ്ടാക്കൂലേ, അതിനൊക്കെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, റിലേറ്റീവ്സിന് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്ത് വെക്കുക. പുതിയ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.